വെൽക്കം ടു ബീന സീക്രട്ട് ഫ്ലേവേഴ്സ്. ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ എന്താണെന്നല്ലേ? പേരുകൊണ്ട് ഒരു നാടിനെ തന്നെ പ്രശസ്തമാക്കിയ കണ്ണൂർ കോക്ടെയിലാണിന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത്. രുചിയിൽ മുമ്പനും എന്നാൽ ഉണ്ടാക്കാൻ വളരെ എളുപ്പവുമാണ് നമ്മുടെ ഈ കണ്ണൂർക്കാരൻ. ഇതിനു വേണ്ട ചേരുവകളിൽ ഏറ്റവും പ്രധാനം നല്ല പഴുത്ത പപ്പായയാണ്. അത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വേണ്ടത് കുറച്ച് ക്യാരറ്റ് വേവിച്ചതാണ്. അതോടൊപ്പം കുറച്ച് കാഷ്യൂ, ബദാം, കറുത്ത മുന്തിരി, കുറച്ച് ഷുഗർ, ഒരു കപ്പ് തണുത്ത പാൽ, പോമിഗ്രാനൈറ്റ് സീഡ്സ്, പിന്നെ കുറച്ച് കോൺഫ്ലേക്സ്. ഇതുകൂടാതെ വാനില ഐസ്ക്രീം. ഇനി നമുക്ക് ഒരു മിക്സറിലേക്ക് കുറച്ച് ക്യാരറ്റ് കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കാം. പിന്നെ പപ്പായ കഷ്ണങ്ങൾ രണ്ടും തുല്യ അളവിൽ ഇട്ട് കൊടുത്താൽ മതി. ഞാനിവിടെ ചെറിയ ജാറായതുകൊണ്ട് 2 പ്രാവശ്യമായിട്ട് അടിക്കുകയാണ്. ഇനി നമുക്ക് ഷുഗർ ഇട്ട് കൊടുക്കാം. അതിനുശേഷം തണുത്ത പാൽ, അത് ഫ്രോസൺ ആയാലും കുഴപ്പമില്ല. പിന്നെ ഒരു സ്കൂപ്പ് വാനില ഐസ്ക്രീം. ഇനി ജാർ നന്നായിട്ട് അടച്ച് മിക്സിയിൽ വെച്ച് നമുക്ക് ഓണാക്കി കൊടുക്കാം. നിമിഷങ്ങൾക്കകം നമ്മുടെ സ്മൂതി റെഡിയായി കഴിഞ്ഞു. ഞാൻ ആദ്യം പറഞ്ഞല്ലോ, ഞാൻ 2 പ്രാവശ്യമായിട്ടാണ് അടിച്ചതെന്ന്. ഇപ്പോൾ രണ്ടാമത്തേത് ഇട്ട് കൊടുക്കുകയാണ്. പഴയ ചേരുവകളെല്ലാം തന്നെ വീണ്ടും അതേപോലെ ഇട്ട് കൊടുത്ത് അതേപോലെ തന്നെ നിമിഷങ്ങൾക്കുള്ളിൽ നമുക്ക് അടിച്ചെടുക്കാം. ഇപ്പോൾ നമുക്ക് ഐസ്ക്രീമും കൂടെ ഇട്ട് കൊടുത്ത് വീണ്ടും അടിച്ചെടുക്കാം. ജാർ വെച്ച ശേഷം വീണ്ടും ഓണാക്കി കൊടുക്കാം. ഇപ്പോൾ ഇതാ നമ്മുടെ സ്മൂതി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇപ്പോൾ നമുക്ക് നമ്മുടെ ഗ്ലാസ്സുകൾ ഓരോന്നായി എടുത്ത് വെച്ച് നമ്മുടെ ഫില്ലിംഗ് എല്ലാം ഇട്ട് കൊടുക്കാം. ആദ്യം തന്നെ ഒരു പിടി കോൺഫ്ലേക്സ്, അത് കഴിഞ്ഞ് കുറച്ച് കാഷ്യൂ, കുറച്ച് ബദാം അരിഞ്ഞത്, പിന്നെ കുറച്ച് റൈസിൻസ്, കറുത്ത മുന്തിരി, അത് കഴിഞ്ഞ് പോംഗ്രാനൈറ്റ് സീഡ്സ്. ഇത്രയുമായാൽ നമ്മുടെ അടിച്ചു വെച്ചിരിക്കുന്ന സ്മൂതി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ടൊരു സ്പൂൺ കൊണ്ട് ചെറുതായി ഇളക്കുക. ഇളക്കിയ ശേഷം ഇതിൻ്റെ മുകളിലേക്ക് ഇതേ ചേരുവകൾ വെച്ച് ഡെക്കറേറ്റ് ചെയ്ത് നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ്. നമുക്ക് ഇതാ ഒരു ഗ്ലാസ് ഇപ്പോൾ തയ്യാറായി കഴിഞ്ഞിട്ടുണ്ട്. പോംഗ്രാനൈറ്റ് സീഡ്സും കൂടെ വെച്ച് കഴിഞ്ഞപ്പോൾ ആഹാ, കാണാൻ എന്ത് ഭംഗിയായിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്ത ഗ്ലാസ്സും ഇതേപോലെ നിറച്ച് കൊടുക്കാം. കോൺഫ്ലേക്സ്, ഡ്രൈ ഫ്രൂട്ട്സ് ഓരോന്നായിട്ടിട്ട് കൊടുക്കാം. അതിനുശേഷം പോംഗ്രാനൈറ്റ്സിൻ്റെ സീഡ്സ്, അത് കഴിഞ്ഞ് നമുക്ക് നമ്മുടെ സ്മൂതി ഒഴിച്ച് കൊടുക്കാം. ഇതൊഴിച്ച ശേഷം ഒരു നീളമുള്ള സ്പൂണും കൊണ്ട് ചെറുതായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിൻ്റെ മുകളിലേക്ക് വീണ്ടും അണ്ടിപ്പരിപ്പ്, മുന്തിരി, ബദാം, നമ്മുടെ പോംഗ്രാനൈറ്റ് സീഡ്സ് ഇതൊക്കെ ഇട്ട് ഡെക്കറേറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഇതാ 2 ഗ്ലാസും റെഡി ആയിട്ടുണ്ട്. കാണാനും ഇതേപോലെ